ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ 0 to pi എക്സ് ഡി എക്സ് ഡിവൈഡ് ബൈ 1 + sin x. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. എങ്ങനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഐ വെച്ച് സ്റ്റാർട്ട് ചെയ്താലോ? ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 + sin x. ഒരു കാര്യം ചെയ്താലോ? ഇൻ്റഗ്രൽ 0 to a ഫോമിലല്ലേ ഇത്? എയുടെ സ്ഥാനത്ത് പൈ ആണ്. ഇൻ്റഗ്രൽ 0 to a വന്നു കഴിഞ്ഞാൽ റീപ്ലേസിങ് എക്സ് ബൈ എ മൈനസ് എക്സ്. അപ്പോൾ റീപ്ലേസിങ് എക്സ് ബൈ പൈ മൈനസ് എക്സ് പ്രോപ്പർട്ടിയാണ്. 0 to a ആയതുകൊണ്ട് എക്സ് കാണുന്നിടത്തെല്ലാം പൈ മൈനസ് എക്സ് ഇടാം. എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പൈ മൈനസ് എക്സ്. ഡി എക്സ് തന്നെ ഇട്ടിട്ടാൽ മതി. അല്ലാത്ത സ്ഥലത്തെല്ലാം എക്സ് കാണുന്നിടത്തെല്ലാം പൈ മൈനസ് എക്സ് എഴുതണം. പ്രോപ്പർട്ടിയാണ് ഇത്. ഇൻ്റഗ്രൽ 0 to pi ഇത് പൈ മൈനസ് എക്സ് ആണ്. ഡിവൈഡഡ് ബൈ 1 + സൈൻ പൈ മൈനസ് എക്സ്. സൈൻ എക്സ് ആണോ മൈനസ് സൈൻ എക്സ് ആണോ? സൈൻ 180 മൈനസ് എക്സ് സൈൻ എക്സ് ആണ്. ഓക്കെ, സൈൻ പൈ മൈനസ് എക്സ് എന്താണ്? സൈൻ എക്സ് ആണ്. അതറിയാലോ റീസൺ. പൈ മൈനസ് എക്സ് സെക്കൻഡ് ക്വാർട്ടറിലുള്ളൊരു ആംഗിളാണ്. പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ പൈനേക്കാൾ സ്വല്പം കുറവാണ്. പൈ മൈനസ് എക്സ് സെക്കൻഡ് ക്വാർട്ടറിലുള്ളൊരു ആംഗിളാണ്. സെക്കൻഡ് ക്വാർട്ടറിൽ സൈൻ പോസിറ്റീവാണ്. അതുകൊണ്ടാണ് സൈൻ ഓഫ് സെക്കൻഡ് ക്വാഡ്രൻ്റ് പോസിറ്റീവായത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ കിട്ടിയിരിക്കുന്നത് ഐ ആണ്. ഇതിനു മുമ്പുള്ളതും ഐ ആണ്. ഈ ടിക്ക് ചെയ്തിരിക്കുന്ന ഐ ആണ്. ഇപ്പം ഞാൻ ടിക്ക് ചെയ്തതും ഐ ആണ്. നമ്മൾ 2i പോവാം. കാരണം ഇത് നമുക്ക് ചെയ്യാനെങ്കിൽ അറിയില്ല. ഇത് ചെയ്യാനറിയോ? ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ 2i പോകണം. രണ്ടിനും 0 to pi തന്നെയാണ്. ഇപ്പോൾ ഇൻ്റഗ്രൽ 0 to pi എഴുതാം. ഈ ടിക്ക് ചെയ്ത് രണ്ടെണ്ണം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ രണ്ടിനും ഒരേ ഡിനോമിനേറ്ററാണ്. 1 + sin x 1 + sin x. കോമൺ ഡിനോമിനേറ്റർ 1 + sin x എഴുതി. ഇവിടെ ന്യൂമറേറ്റർ എക്സ്, ഇവിടെ ന്യൂമറേറ്റർ പൈ മൈനസ് എക്സ് ഡി എക്സ്. ഇങ്ങനെ വന്നു. ക്ലിയർ ആയല്ലോ ഇത്രയും പറഞ്ഞത്? അപ്പോൾ ന്യൂമറേറ്ററിൽ ഈ എക്സും മൈനസ് എക്സും വെട്ടിപ്പോവും. ന്യൂമറേറ്ററിൽ എക്സും മൈനസ് എക്സും വെട്ടിപ്പോയിട്ട് 2i = ഇൻ്റഗ്രൽ 0 to pi എക്സും മൈനസ് എക്സും വെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പൈ മാത്രമേ ബാക്കിയുള്ളൂ. പൈ ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 + sin x കിട്ടും. ഇത് ക്ലിയർ ആയല്ലോ? നമുക്ക് വേണമെങ്കിൽ പൈ കോമൺ ആയിട്ട് പുറത്തോട്ട് എടുക്കാം. പൈ ഇൻറ്റു 0 to pi 1/1 + sin x dx. ലെഫ്റ്റ് സൈഡിൽ ഇപ്പോഴും 2i എന്നാണ്. നമുക്ക് 2 അങ്ങോട്ട് കൊണ്ടുപോയാൽ ഐ കിട്ടും. ഐ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, മറന്നു പോകരുത്. 2iയുടെ 2 അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയാൽ ഐ = π/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to pi 1/1 + sin x dx. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമ്മൾ 0 to a വന്നാൽ റീപ്ലേസിങ് എക്സ് ബൈ എ മൈനസ് എക്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിച്ചു. എന്നിട്ട് നമുക്ക് ആൻസർ ആയിട്ടില്ല. നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോമിലാണ്. 1/1 + sin x ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. അത് ട്രിഗണോമെട്രിയുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. മുകളിലും താഴെയും 1 - sin x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 1 - sin x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്തിനാണ്? സിംപ്ലിഫിക്കേഷന് വേണ്ടി.
താഴെ 1 പ്ലസ് സൈൻ ഇൻറ്റു 1 മൈനസ് സൈൻ വരും. 1 പ്ലസ് സൈൻ ഇൻറ്റു 1 മൈനസ് സൈൻ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സാ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ. അപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ വരും. 1 മൈനസ് സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ന്യൂമറേറ്റർ അപ്പോൾ 1 മൈനസ് സൈൻ എക്സ്. ഡിനോമിനേറ്റർ എല്ലാ സ്റ്റെപ്പ് എഴുതണ്ടല്ലോ. 1 പ്ലസ് സൈൻ ഇൻറ്റു 1 മൈനസ് സൈൻ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്. 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ആണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ അതും പ്രത്യേകം നോട്ട് ചെയ്യുക. അങ്ങനെ ഒരു ഇൻ്റഗ്രേഷൻ വന്നാൽ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സിംപ്ലിഫൈ ആവും. π/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π. ഇത് നമുക്ക് 2 ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് 1/cos സ്ക്വയർ എക്സ് മൈനസ് അടുത്തത് sin x/cos സ്ക്വയർ എക്സ്. ഡിനോമിനേറ്റർ ഒരു ടേം ഉള്ളെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. 1/cos സ്ക്വയർ മൈനസ് sin x/cos സ്ക്വയർ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ π/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π. 1/cos സ്ക്വയർ എക്സ് sec സ്ക്വയർ എക്സ് ആണ്. അറിയാമല്ലോ. 1/cos സ്ക്വയർ എക്സ് sec സ്ക്വയർ എക്സ് മൈനസ് ഇവിടെ sin x/cos സ്ക്വയർ എക്സ് ആണ്. അതെങ്ങനെ എഴുതും? sin x/cos സ്ക്വയർ എക്സിന് ഞാൻ 1/cos x ഇൻറ്റു sin x/cos എക്സിന് എഴുതിയാലും തെറ്റൊന്നുമില്ലല്ലോ. ശരിയാണെന്ന് നോക്കിക്കോ. 1 ഇൻറ്റു സൈന് സൈൻ തന്നെ. കോസ് ഇൻറ്റു കോസ് കോസ് സ്ക്വയർ. അപ്പോൾ ഇത് sin/cos സ്ക്വയറിന് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ π/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π sec സ്ക്വയർ എക്സ് മൈനസ് ഇവിടെ 1/cos എക്സ് എന്താ? 1/cos sec ആണ്. ഇവിടെ sin x/cos എക്സ് tan എക്സ്. അപ്പം അടുത്ത സ്റ്റെപ്പിൽ π/2 ഇൻറ്റു ഓരോന്നും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും യൂസിങ് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ്. sec സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ tan എക്സ് അല്ലേ മൈനസ് sec x tan എക്സിൻ്റെ ഇൻ്റഗ്രൽ sec എക്സ് ആണ്. അതും സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. പഠിച്ചിട്ടുണ്ട്. sec x tan എക്സിൻ്റെ ഇൻ്റഗ്രൽ sec എക്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. 0 to π. π/2 ഇൻറ്റു ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കാം. എക്സിന് പകരം പൈ കൊടുക്കാൻ പോവാണ്. tan പൈ മൈനസ് sec പൈ മൈനസ് നമ്മൾ എക്സിന് 0 കൊടുക്കുകയാണ്. tan 0 മൈനസ് sec 0. tan പൈ 0 sin പൈ 0 tan പൈ 0 അതൊക്കെ ഫണ്ടമെൻ്റൽ കാര്യങ്ങളാണ്. tan 180 tan പൈ 0 sec പൈ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? sec പൈ എന്ന് പറഞ്ഞാൽ 1/cos പൈ എന്ന് എഴുതാൻ പറ്റും. sec പൈനെ 1/cos പൈ എന്ന് എഴുതാം. cos പൈ -1 ആണല്ലോ. cos പൈ -1 ആണല്ലോ. അപ്പോൾ പൈ സ്റ്റാൻഡേർഡ് ആംഗിളിൻ്റെ കാര്യം മറന്നു പോകരുത്. π/2 പൈ അതൊക്കെ ബേസിക് ആംഗിളാണ്. അതിൻ്റെ സൈനും കോസും ടാനും പഠിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ sec പൈനെ നമുക്ക് 1/cos പൈ എന്ന് എഴുതാം. 1/-1 ആണ് അഥവാ -1 ആണ്. അപ്പോൾ sec പൈ എന്താണ്? -1. മൈനസ് tan 0 0 മൈനസ് പഠിച്ചിട്ടില്ലേ tan 0 0 ആണെന്ന്. sec 0 എങ്ങനെ വരും? sec 0 റഫായിട്ട് എഴുതാം. sec 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ
അറിയില്ലെങ്കിൽ നമുക്കൊരു വഴിയുണ്ട്. സീക്ക് 0 നമുക്ക് 1/cos 0 എന്ന് എഴുതാമല്ലോ. സീക്ക് 0 എന്ന് പറഞ്ഞാൽ 1/cos 0 ആണ്. 1/1 ആണ്. cos 0 1 ആണെന്ന് പഠിച്ചിട്ടില്ലേ? സീക്ക് 0 1 ആണ്. ഇതെത്ര വരും? കാൽക്കുലേഷൻ ഞാൻ പറയണ്ടല്ലോ. ഇവിടെ 1 + 1 2 ആവും. 2 2 വെട്ടിപ്പോയിട്ട് പൈ ആണ് ആൻസർ വരുന്നത്. ഐ തന്നെയല്ലേ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്? അതെ. അപ്പോൾ ആൻസർ പൈ ആണ്.